ഇപ്പോൾ ട്രോളേഴ്സിന്റെ ഒരു കാലമാണിത്. ഇപ്പൊ ദുൽഖർ സൽമാന് കുട്ടി ഉണ്ടായപ്പോ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ട്രോളേഴ്സ് ആണ്. കണ്ടോന്ന് എനിക്കറിയില്ല. അത് ഞാൻ കണ്ടോന്നല്ല, മമ്മൂക്ക കണ്ടോ ഇല്ലയോന്നാണ് എനിക്ക് അറിയേണ്ടത്. എൻ്റെ ഒരു ഫീമെയിൽ വേർഷനായിട്ടാണ് എപ്പോഴും ഞാൻ ഭാവനയെ കണ്ടിട്ടുള്ളത്. കാര്യം ഞാൻ എത്ര ഹൈപ്പറാണോ, എത്ര ബഹളം ഉണ്ടാക്കുമോ, അതെല്ലാം ലൊക്കേഷനിൽ ശരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നാൽ ഒരു അലമ്പ് സെറ്റപ്പ് എന്ന ആൾക്കാർക്ക് തോന്നിപ്പോയിട്ടുണ്ട് പല സമയത്ത്. ഓമനക്കുട്ടൻ എന്നുള്ള ക്യാരക്ടറിന് ആസിഫ് ആപ്റ്റാണെന്ന് പറഞ്ഞു. കാര്യം എൻ്റെ ഒരു ഇന്നസെൻസും ഒക്കെ. ബേസിക്കലി ആസിഫ് ഒരു നല്ല മനുഷ്യനാണ്. അതേപോലെ ഞാനൊരു നല്ല മനുഷ്യനായത് കാരണം ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രിയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, അളിയ ഒരു ഗസ്റ്റ് റോൾ ചെയ്ത് തരും, ഈ പടം ഒന്ന് ഓടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു മെയിൻ ലീഡിനേക്കാൾ കൂടുതൽ സ്ക്രിപ്റ്റ് നറേഷൻസ് വരുന്നത് ഗസ്റ്റ് റോളായി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ഞാൻ വന്നാലും ഇല്ലെങ്കിലും ആ സിനിമകളൊക്കെ നല്ല സിനിമകളാണ്. അപ്പം അതിൻ്റെ ഭാഗമാവാൻ ഞാൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം. ഈ ഫേസ്ബുക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ട്രോളേഴ്സിന്റെ ഒരു കാലമാണിത്. ഇപ്പൊ ദുൽഖർ സൽമാന് കുട്ടി ഉണ്ടായപ്പോ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ട്രോളേഴ്സ് ആണ്. കണ്ടോന്ന് എനിക്കറിയില്ല. അത് ഞാൻ കണ്ടോന്നല്ല, മമ്മൂക്ക കണ്ടോ ഇല്ലയോന്നാണ് എനിക്ക് അറിയേണ്ടത്. ആദത്തിന്റെയും ദാവീദിന്റെയും ഭാവി നായിക എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ട്രോൾസ്. ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ എന്ത് തോന്നുന്നു ഈ ട്രോളൊക്കെ കണ്ടിട്ട്? ഞാനിപ്പോൾ എന്ത് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു പാത്രമൊക്കെ പൊട്ടിച്ചിരിക്കുന്ന ഒരുത്തനായിരിക്കും ഞാൻ കാണുന്നത്. അപ്പോൾ അറിയില്ല, അതും ഇപ്പം എൻ്റെ അടുത്ത് MBA ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറ്റില്ല, സിനിമ മതി എന്ന് പറഞ്ഞു പോയതാണ്. എൻ്റെ മോനാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് എനിക്കൊന്നും അറിയില്ല. ഫാമിലിയെ കുറിച്ച് പറയൂ. സമ, ആദം, ഈ ഫിലിമിന്റെ ഒക്കെ തിരക്കില് മിസ് ചെയ്യാറുണ്ട് അവരെയൊക്കെ? പിന്നെ പ്രത്യേകിച്ച് ഞാനും സമയം മാത്രമായിരുന്ന സമയത്ത് ലൊക്കേഷനിൽ വന്ന് സമ കുറേ ദിവസങ്ങൾ ഷൂട്ടിനിടയിൽ നിൽക്കാറുണ്ട്, ഇടയ്ക്ക് വന്ന് പോകാറുണ്ട്. പക്ഷെ ആഡം വന്നു കഴിഞ്ഞപ്പോൾ വരവ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനും ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സ് ഫേസ്ബുക്കിൽ കൂടെയാണ് കിട്ടുന്നത്. ആഡത്തിൻ്റെ ഏറ്റവും നല്ല ഫോട്ടോസ് എനിക്ക് ഫേസ്ബുക്കിൽ കൂടെയാണ് കിട്ടാറ്. അപ്പം അങ്ങനെ ഒരു ഫാമിലി ലൈഫ് വന്നപ്പോൾ ഞാൻ അറിയാതെ തന്നെ കുറേ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആസിഫിക്കയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. ആസിഫിക്കയാണ് ഓമനക്കുട്ടൻ എന്ന് നമുക്കറിയാം. പറയൂ, എന്താണ് ഓമനക്കുട്ടന്റെ അഡ്വഞ്ചർ? ഓമനക്കുട്ടൻ്റെ അഡ്വഞ്ചേഴ്സ് കുറേ ഉണ്ട് ആക്ച്വലി ഈ സിനിമയിൽ. ഞങ്ങൾ നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ സൈജു കുറുപ്പ് പറഞ്ഞു, ഇത് ഓമനക്കുട്ടൻ എന്നുള്ള ക്യാരക്ടറിന് ആസിഫ് ആപ്റ്റാണെന്ന് പറഞ്ഞു. കാര്യം എൻ്റെ ഒരു ഇന്നസെൻസും ഒക്കെ. ഓമനക്കുട്ടൻ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാരക്ടർ റോള് ചെയ്യുന്നത്. കാര്യം എപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ മാനറിസംസ് എൻ്റെ ക്യാരക്ടേഴ്സിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ എങ്ങനെയാണോ ഒരു മോർ ഓഫ് അത് തന്നെ ആയിരിക്കും ക്യാരക്ടേഴ്സും. പക്ഷെ അതിൽ നിന്ന് വളരെ എഫേർട്ട് ഇട്ടിട്ട് ട്രൈ ചെയ്തൊരു സാധനമാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. അതിൽ ഓമനക്കുട്ടനായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബേസിക്കലി ഓമനക്കുട്ടൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഇപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി കാണും. പിന്നെ ഓമനക്കുട്ടൻ്റെ കുറച്ച് ചേഞ്ച് ഓവേഴ്സും കുറച്ച് സിറ്റുവേഷൻസും ഒക്കെയാണ്. ഒരു റോം കോം കാറ്റഗറിയിൽപ്പെട്ട ഒരു സിനിമയാണിത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭാവനയാണ് എൻ്റെ പെയറായിട്ട് വരുന്നത്. അപ്പോൾ ഭാവനയായിട്ടുള്ളൊരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഭയങ്കരമായിട്ട് ഈ ഓമനക്കുട്ടൻ്റെ എല്ലാ ചേഞ്ച് ഓവേഴ്സിലും അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഓമനക്കുട്ടൻ. ഭാവനയും ആസിഫിക്കയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി. ഭാവനയ്ക്ക് ഇപ്പോൾ ഒരു ഹീറോ എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ അത് ആസിഫിക്കയാണ്. എങ്ങനെയാണ് ഈ ഒരു കെമിസ്ട്രി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്? അത് ശരിക്കും എൻ്റെ ഒരു ഫീമെയിൽ വേർഷനായിട്ടാണ് എപ്പോഴും ഞാൻ ഭാവനയെ കണ്ടിട്ടുള്ളത്. കാര്യം ഞാൻ എത്ര ഹൈപ്പറാണോ, എത്ര ബഹളം ഉണ്ടാക്കുമോ, അതെല്ലാം ലൊക്കേഷനിൽ ശരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നാൽ ഒരു അലമ്പ് സെറ്റപ്പ് എന്ന ആൾക്കാർക്ക് തോന്നിപ്പോയിട്ടുണ്ട് പല സമയത്ത്. ഷൂട്ട് ചെയ്യുമ്പോൾ. അത് ഒഴിമുറിയിലാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനു മുന്നേ ഞാൻ CCLന്റെ ടൈമിലാണ് ഭാവനയെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനു മുന്നേ ശരിക്കും നമ്മൾ മുതൽ ഭാവനയെ ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പം അതിനുശേഷം ഭാവന എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ശരിക്കും നമ്മളെയൊക്കെ പോലെ അത്യാവശ്യം എന്താ പറയുക ഒരു ചെറിയ വട്ടൊക്കെ ഉള്ള ഒരാളാണ് എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു പിന്നെ ഭാവനയുടെ കൂടെ ചെയ്ത ഓരോ സിനിമയും. അപ്പം അത് ഈവൻ ഹണിബി 2, അത് ആക്ച്വലി ഹണിബി 2-ന് മുന്നേ തന്നെ ഓമനക്കുട്ടൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഓരോ സീക്വൻസസും ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ
എന്താ പറയുക വളരെ മിനിമൽ ബഡ്ജറ്റിൽ വളരെ മിനിമൽ സെറ്റപ്പിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. കാര്യം മൈസൂരിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ ശരിക്കും പ്രൊഡക്ഷനായിട്ട് പോലും വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ആക്ടേഴ്സാണ് ഈ സിനിമയിൽ വന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു വിജയം. ഗസ്റ്റ് അപ്പിയറൻസ് വന്നിട്ട് ഹിറ്റ് ആക്കുന്ന ഒരു മാജിക് അതെങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോൾ ടേക്ക് ഓഫ് ആണെങ്കിലും ചെറിയ റോളാണ്. ആസിഫ് അലി എന്നുള്ള ഒരു നടനെ നമുക്ക് അങ്ങോട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ഹീറോ ആയിട്ട് വരും, ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് വരും, ഇതെല്ലാം ഹിറ്റ് ആക്കുകയും ചെയ്യും. എന്താണ് അതിന് പിന്നിലുള്ള ഒരു മാജിക്? അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് സിനിമ. അപ്പം നല്ല സിനിമയുടെ ഭാഗമാവാൻ ഒരു അവസരം കിട്ടിയാൽ അത് കളയാത്തതാണ് ശരിക്കും. അല്ലാതെ ഞാൻ വന്നൊരു മാജിക് കാണിക്കുക. ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, അളിയ ഒരു ഗസ്റ്റ് റോൾ ചെയ്ത് തരും, ഈ പടം ഒന്ന് ഓടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു മെയിൻ ലീഡിനേക്കാൾ കൂടുതൽ സ്ക്രിപ്റ്റ് നറേഷൻസ് വരുന്നത് ഗസ്റ്റ് റോളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു വെള്ളിമൂങ്ങ ആണ് അങ്ങനെ ഒരു ലേബൽ എനിക്ക് തന്നത്. പിന്നെ അതിനുശേഷം അമർ അക്ബർ ആന്റണിയിൽ ഒരു ഓപ്പണിംഗ് സീക്വൻസിലുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അതൊക്കെ എന്തായാലും ഞാൻ വന്നാലും ഇല്ലെങ്കിലും ആ സിനിമകളൊക്കെ നല്ല സിനിമകളാണ്. അപ്പോൾ അതിന്റെ ഭാഗമാവാൻ ഞാൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഐഡന്റിറ്റി കിട്ടിയത്. ടേക്ക് ഓഫിന് ശേഷം ഫഹദ് ഫാസിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫഹദിന്റെ കരിയറിൽ ടേക്ക് ഓഫ് ആയിട്ടില്ല, ബോർഡിംഗ് പാസ് എടുത്ത് നിൽക്കുവാന്ന്. ആസിഫ് അലിയുടെ കരിയർ എങ്ങനെയാണ്? ടേക്ക് ഓഫ് ആയോ? അറിയില്ല. ഞാൻ പ്രസന്റിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എപ്പോഴും ഞാൻ ചെയ്യുന്ന സിനിമകളിൽ മാക്സിമം എഫേർട്ട് ഇടുക, ആ സിനിമകൾ ഏറ്റവും നന്നാക്കാൻ ശ്രമിക്കുക. അത് ബാക്കി പ്രേക്ഷകരാണ്. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകൻ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇഷ്ടമല്ല എന്ന് പറയുകയും ബോറടിക്കുന്ന ഒരു സീൻ കൂവുകയും ഒക്കെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു അത്രയും ഫ്രീഡം ഉള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ഈ പറഞ്ഞ പോലെ ടേക്ക് ഓഫ് തുടങ്ങി ആ സിനിമ കഴിയുന്നത് വരെ എല്ലാവരും സ്ക്രീനിൽ തന്നെ ഇരുന്നു. കഴിഞ്ഞ് എഴുന്നേറ്റ് ഡയറക്ടർ കാർഡ് കാണിച്ചപ്പോൾ കൈയടിച്ചിട്ടാണ് ആളുകൾ പോയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമ സംഭവിക്കുമായിരിക്കും. പക്ഷെ എല്ലാ സിനിമയും അത്തരത്തിലാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്യുന്നത്. അനുരാഗ കരിക്കിൻ വെള്ളം പോലൊരു സിനിമ, അത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ ഉണ്ടായ ഫിലിമാണ്. അതിൽ ബിജൻ അടിക്കുന്ന ഒരു സീനുണ്ട്. ശരിക്കും അടി കിട്ടിയായിരുന്നോ? അല്ല, അത് അറിയില്ല. അതൊക്കെ ഈ ചില സമയത്ത് ദൈവം തരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഷോട്ടാണ് അത്. അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ബീച്ചേട്ടൻ ശരിക്കും ഒരെണ്ണം തന്നായിരുന്നോ, മുഖത്ത് റിയാക്ഷൻ കണ്ടപ്പോൾ കിട്ടിയ പോലെ ഉണ്ടല്ലോ എന്ന്. അത് എനിക്ക് തോന്നുന്നു ബീച്ചേട്ടനൊക്കെ ആയിട്ടുള്ള ഒരു റാപ്പോ ആയിരിക്കാം ആ സിനിമയിലെ എല്ലാ. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം ഈ അച്ഛനും മകനായിട്ടൊരു ഫ്രിക്ഷൻ ഉണ്ട്. ഇവർക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യക്കുറവുണ്ട്. അത് കൊണ്ടുവരാനാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടത്. കാര്യം ഞാനും ബീച്ചേട്ടനും അത്രയും അടുത്ത് സുഹൃത്തുക്കളാണ്. ബീച്ചേട്ടന് അത്ര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അത് സ്ക്രീനിൽ വരുമ്പോൾ ഇതൊരു വെറുപ്പായിട്ട് കാണിക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം ആ സിനിമയിൽ ഈ പറഞ്ഞ പോലെ റഹ്മാന്റെയും ഒക്കെ കറക്റ്റായ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇതിൽ ഓമനക്കുട്ടനായി എത്തുന്നത് ആസിഫിക്കയാണ്. അപ്പോൾ ആസിഫിക്കയോടുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിക്കലി ആസിഫ് ഒരു നല്ല മനുഷ്യനാണ്. അതേപോലെ ഞാനൊരു നല്ല മനുഷ്യനായത് കാരണം ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇതിനു മുമ്പ് ഒരു 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇത് 5th മൂവി അല്ലെങ്കിൽ 6th മൂവി ആയിരിക്കും ആസിഫായിട്ട്. ആക്ടേഴ്സ് തമ്മിൽ ഓഫ് സ്ക്രീൻ ഒരു കെമിസ്ട്രി ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ നമ്മുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ കെമിസ്ട്രിയെ എലിവേറ്റ് ചെയ്യും. അപ്പം അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുമ്പം ആസിഫിന് ഞാൻ കൂടാണ്ട് പല ആക്ടേഴ്സുമായിട്ട് നല്ല കെമിസ്ട്രി ഉണ്ട് ഓഫ് സ്ക്രീൻ. അതുപോലെ എനിക്കും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ടീം അല്ലെങ്കിൽ സംവിധായകർ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ക്യാമറമാൻ അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നമ്മുടെ പെർഫോമൻസ് കുറച്ചുകൂടെ എലിവേറ്റ് ആവും. അപ്പോൾ അത് തന്നെയാണ് അഡ്വഞ്ചേഴ്സ് ഓമനക്കുട്ടനിലും സംഭവിച്ചിരിക്കുന്നത്. രോഹിത്തിനെ എനിക്ക് ഈ സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരുപാട് നാളുകൾ മുമ്പേ എനിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ചെയ്ത ചില വർക്ക്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയാണെന്ന് രോഹിത്ത് ഒരു ദിവസം പറഞ്ഞ ഇങ്ങനത്തെ ഒരു കഥയെ പറ്റിയും ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിനെ പറ്റിയും ഡെഫിനറ്റ്ലി ഞാൻ കഥ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ഓക്കെ ആയിരുന്നു രോഹിത്തുമായിട്ട് വർക്ക് ചെയ്യാൻ. ഇപ്പോൾ സൈചേട്ടൻ്റെ ഏത് ഫിലിം എടുത്താലും ചേട്ടൻ്റെ ഒരു ഹിറ്റ് കോമഡി അതിലുണ്ടാവും. ഇപ്പോൾ അലമാരയിലാണെങ്കിലും ആടൊരു ഭീകരജീവിയിലാണെങ്കിലും കോമഡിയൊക്കെ ഫുൾ ഹിറ്റാണ്. ഇതിലെങ്ങനെയാണ്? ഈ സിനിമയിലും ഒരു ചെറിയ ഹ്യൂമർ ഫ്ലേവറുള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ മിക്കവാറും ഒക്കെ സിറ്റുവേഷൻ ബേസ്ഡ് ഹ്യൂമറാണ്. അതൊരിക്കലും എനിക്ക് ചിലപ്പോൾ ഒരു സ്ലാപ്സ്റ്റിക് ചിലപ്പോൾ എനിക്ക് ചേരില്ല. എന്നെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വിളിക്കുന്നത് അങ്ങനത്തെ ഉള്ള സിറ്റുവേഷണൽ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഉള്ള കഥാപാത്രത്തിന് വേണ്ടിയാണ്.
അപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പം ഞാനല്ല വേറൊരു ആക്ടർ ആ കഥാപാത്രം ചെയ്താലും അത് നല്ലത് തന്നെയായിരിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരിക്കും. ഇപ്പം എന്നെ വിളിക്കുമ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. നിന്റെ ഉള്ളിലുള്ള കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിനക്കറിയില്ല, എനിക്ക്. സൈച്ചന്റെ പുതിയ ചിത്രമാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. അപ്പോൾ ഇതിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയൂ. രോഹിത് VSന്റെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ കഥാപാത്രം ആസിഫിൻ്റെ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒരു കുലീഗായിട്ട്. ആ ഞങ്ങൾ റൂം പാർട്ട്നേഴ്സും കൂടെയാണ്. PP എന്നാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര്. ഇയാൾ കുറച്ച് പെണ്ണുങ്ങളായിട്ടൊക്കെ സംസാരിച്ചിരിക്കാനും ഒക്കെ താല്പര്യമുള്ളൊരു കക്ഷിയാണ്. ഈ ഓമനക്കുട്ടൻ്റെ ഓരോ അഡ്വഞ്ചേഴ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ നടക്കുന്ന പോലെ അഡ്വഞ്ചേഴ്സ് കാണുമ്പോഴത്തേക്കും ഇയാൾക്ക് സഹിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് കഥാപാത്രം. എല്ലാ ഏജ് ഗ്രൂപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്, ഒരു സിനിമയായിരിക്കും അഡ്വഞ്ചേഴ്സ് ഓമനക്കുട്ടൻ. ഒരു ഫൺ റൈഡാണ് ബേസിക്കലി. അല്ലെങ്കിൽ ഒരു ജോണർ ചോദിക്കുകയാണെങ്കിൽ പറയാം റോം കോമാണ്, ഒരു റൊമാൻറ്റിക് കോമഡി. അധികം അങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ അധികം വന്നിട്ടില്ല. അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു പക്ക റോം കോം മലയാളികൾക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടാൻ പോകുന്നത്. നമുക്കിപ്പം കൊച്ചിലേക്ക് കോമിക്സ് വായിക്കുന്ന പോലെ അതുപോലത്തെ ഒരു ഫീലിംഗ് കിട്ടും നമുക്ക് സിനിമ കാണുമ്പോഴത്തേക്കും. ഒരുപാട് അഡ്വഞ്ചേഴ്സ് ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഈ അഡ്വഞ്ചേഴ്സിനോട് താല്പര്യമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ലേസിനെസ് കാരണം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഗട്ട്സ് ഇല്ല ചെയ്യാൻ, അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായും ഈ സിനിമ കാണണം. അവർക്കൊരു അഡ്വഞ്ചർ ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്യും സിനിമ കണ്ടു. ഇന്ത്യ ഗ്ലിറ്റ്സിന്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാ സിനിമയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി നന്നാവണം, അല്ലെങ്കിൽ ഈ സിനിമ ടിക്കറ്റ് എടുത്ത് കാണുന്നവന് വേർത്തായിരിക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും അതിൽ ഒരുപക്ഷെ എൻ്റെ കരിയറിൽ ഏറ്റവും എഫേർട്ട് ഇട്ട് ഞാൻ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. ഇതൊരു നല്ല സിനിമയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല സിനിമയാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ പ്രൊമോട്ട് ചെയ്യണം. ഇതൊരു ഒരു ഭീകരമായ പബ്ലിസിറ്റി ഒന്നും ഇതുവരെ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല, എങ്കിൽ പോലും ഒരു മൗത്ത് പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യും. സോ ഇറ്റ്സ് അപ് ടു യു. പ്ലഷർ. താങ്ക് യു. ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു ഭയങ്കര ഒരു ലൈവായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ഹോൾസം എൻ്റർടൈൻമെൻ്റ് ആണ്. അഡ്വഞ്ചേഴ്സാണ്. ഒരുപാട് അഡ്വഞ്ചേഴ്സ് കാണാൻ പറ്റും ഈ സിനിമയിൽ. നമുക്ക് 2-2.5 മണിക്കൂർ റിലാക്സ് ചെയ്തിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കുടുംബ സിനിമയാണ്. താങ്ക് യു.